ഇവിടുന്ന് പഠിക്കണം. വാട്ടർ സ്കൂട്ടർ ഉണ്ട്, 2 പേരുണ്ട്. പോകണം ആദ്യം നീന്തൽ പഠിക്കണം. ഓഫായി പോയോ? ഇല്ല, ഓർക്കുണ്ട്. ഹായ്, ഞങ്ങളങ്ങനെ ഒരു കാടിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുകയാണ്. ഫുൾ കാടുകളാണ്. കഴിഞ്ഞ വട്ടം ഫയറിലൊക്കെ എല്ലാം കത്തി അമർന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ലുക്കൗട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോക്ക്. അങ്ങനെ ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടെ കുറച്ച് ദൂരം നടക്കണം. എന്തിനാണെന്നറിയില്ല, എല്ലാം വെട്ടി നിലത്ത് കിടക്കുന്നുണ്ട്, എല്ലാ മരങ്ങളും. അല്ല, അവിടെ ഒരു പച്ചയായത് വീണ് കിടക്കുന്നുണ്ട്, അത് മറിഞ്ഞു വീണതായിരിക്കും. വേണ്ട, ഇവരെല്ലാം വെട്ടി എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നും പോകാത്തൊരു സ്ഥലമാണ്. ഞങ്ങളെന്തായാലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഓഫ് റോഡായിരുന്നു, ടാറൊന്നും ഇല്ലാത്ത വഴി കൂടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് നമ്മൾ പോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അപ്പുറത്തുള്ളതെന്ന് അറിയില്ല. എല്ലാം കത്തിക്കരിഞ്ഞ് ഉള്ളാക്കി. എന്തായാലും ഈ സമയത്ത് ഇന്ന് വെയിലുണ്ട് കേട്ടോ, ചെറിയൊരു വെയിൽ. കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയാണ് നടന്നത്, ഈ കാടിൻ്റെ ഉള്ളിൽ ഫുള്ളും തീയായിരുന്നു. കേരളത്തിൻ്റെ അത്രയും സ്ഥലം മുഴുവനും തീയായിരുന്നു. അതായത് ന്യൂ സൗത്ത് വെയിൽസും വിക്ടോറിയയും തമ്മിലുള്ള സ്ഥലങ്ങൾ, അതായത് ഇതായിരുന്നു ബോർഡർ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു പുറ്റ്, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പുറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാണ്. ഓക്കെ, എന്തായാലും നടന്നു നോക്കാം. ഇവിടെ വെറും എന്താ പറയുക, ഇത് കാടായിട്ട് പോലും തോന്നുന്നില്ല. ശരിയാ, ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ ഒരു ഉള്ളുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇത് മെയിനായിട്ട് നമ്മളെ ഒരു കടൽക്കരയുടെ അടുത്തോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഒച്ച കേൾക്കുന്നുണ്ട്, കടലിൻ്റെ എരമ്പൽ കേൾക്കുന്നുണ്ട്. നൈസായിട്ടുള്ള വഴി കേട്ടോ. മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഹൈറ്റാണ്. ഇതിൻ്റെ മൊത്തം ഹൈറ്റ് അല്ല, ഇപ്പം ഒരു കൊല്ലമായില്ല, ഇതിൻ്റെ ഉള്ളൊക്കെ കത്തിയിട്ടുള്ള പോലെ ഉണ്ടടി. അതിപ്പോൾ 1 വർഷമായില്ലേ. ഇത് ഫുള്ളും ഒരു വല്ലാത്തൊരു ഫീലും മൂടൂല. ശരിക്കും ഒരു കാടിന് നടുക്ക് കയറിയ പോലെ ഉണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് എത്താനായേ. എന്തോ ഒരു അത്ഭുതം കാത്തിരിക്കുന്നത് പോലെ. എന്തൊരു ചുമന്ന നിറം, ഇത്ര നേരം വെള്ള മണ്ണും മണലൊക്കെ ആയിരുന്നു. വാവ്, എന്തുവാടി ഇത്?
വാവ്, സൂപ്പറായിട്ടുണ്ട്. കടലെടുക്കുന്നതാണോ അത്? ഈ മണ്ണൊട്ടും ഉള്ളില്ലാത്ത മണ്ണ് കടല് എടുത്തെടുത്ത് ഇത് പിനാക്കോ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ല. അധികം എന്ന് പറഞ്ഞാൽ ഒട്ടും വരാറില്ല. ഞങ്ങൾ തന്നെ 1-2 പേരെയാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അടുത്തടുത്ത് എത്താനായി. ഈ മണ്ണിൻ്റെ ഫസ്റ്റത്തെ ലെയർ വന്നിട്ട് ചുമപ്പ്, അതിൻ്റെ താഴെ വെള്ള, അങ്ങനെ അങ്ങനെ താന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ നിൽക്കുന്ന ഈ മലയും ആ മലയും ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ അങ്ങനെ താന്നു പോയി, വീണു താഴോട്ട്. മണ്ണ് ഇടിഞ്ഞ് താഴെ പോയി. എന്നിട്ട് അവിടെയൊക്കെ മരങ്ങളൊക്കെ ആയി വരുന്നു. പക്ഷെ ആ സൈഡ് ഇപ്പോഴും ഇടിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ അറ്റത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ബന്ദ് ഹൗസ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇടിഞ്ഞിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. എന്താ പറയുക, ഒരു നമ്മളവിടെ ഈ ചെങ്കൽ കോറിയൊക്കെ പോലെ. പക്ഷെ ഇങ്ങനെ വ്യത്യാസമില്ല, ആ മണ്ണിൻ്റെ കളറാണ്. പിന്നെ ഫുള്ള് കാടും, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയും. നല്ലൊരു വാക്ക്. ആൾക്കാർ ഉള്ളിലോട്ട് കയറാതിരിക്കാനായിട്ട് അവരിതും ചെയ്തിട്ടുണ്ട്, ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഓ വാ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ബീച്ചിൻ്റെ അടുത്തോട്ട് പോകും കേട്ടോ. ഇതോ മല, കടൽ, ഇങ്ങനെ ഇറങ്ങി വന്ന് കടലിലോട്ട്, നല്ല പച്ചക്കടൽ. എന്തായാലും ഇതെങ്ങോട്ട് വരെ പോകും നോക്കാം, പോയി നോക്കാം. ഒന്ന് റിവേഴ്സ് ഗിയർ എടുക്ക്. ഓ, ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. അപ്പോൾ വന്ന വഴി തിരിച്ച് നടക്കണം എന്നാണ്. അങ്ങനെ വരില്ല, കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ റീവൈൻഡ് ചെയ്തിട്ടായാലും ഞങ്ങൾ വഴി കണ്ടുപിടിക്കും. ഇത് ഇവിടം വരെ വരാണ്ട് പോകാമായിരുന്നു. ഇത് മിസ്സായേനെ. സൂപ്പർ കാഴ്ചകളാണ്. നിങ്ങൾ നോക്കത്താ ദൂരം ഫുള്ളും കടല്. ഈ മണ്ണിന് തന്നെ ഇത് കണ്ടല്ലോ, ഇവിടെ എല്ലാത്തിനും ഒരു ചുമന്ന കളറാണ്. ഇത് ഫുൾ ഫോറസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടും കൂടെ കണക്ട് ചെയ്യണമായിരുന്നു അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ. ഇതങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കണ്ണെത്താ ദൂരം ആൾക്കാരുണ്ട്. താങ്ക് യു. നമ്മൾ മാത്രമല്ല, വേറെ ആൾക്കാരും ഉണ്ട്. എന്തായാലും അവസാനം നടന്ന് ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് എത്തി. അതെ, വലിയൊരു മരം വീണടക്കുന്നു. ക്യാമറാമാൻ
വാ, നല്ല അടിപൊളി സ്റ്റെപ്പ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് കയറുകയാണെന്ന് തോന്നുന്നു. ഇത് റൗണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു അതെ, നമ്മൾ തിരിച്ച് കറങ്ങി വന്നു. വാവ്.